നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോളി ഹൌസ് പച്ചക്കറി കൃഷിക്ക് 1 കോടി രൂപയുടെ പദ്ധതി. ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം ഈ മാസം 14-ാം തീയതി മുതൽ. വാർത്തകൾ വിശദമായി. സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി മഴമറയിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കൃഷിവകുപ്പ് 1 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. മഴക്കാലത്തും പച്ചക്കറി കൃഷി സാധ്യമാകുന്ന ചിലവ് കുറഞ്ഞ പോളി ഹൌസാണ് മഴമറ. നെടുമ്പുരയുടെ ആകൃതിയിൽ സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ആവരണം ചെയ്ത് വശങ്ങളിലേക്ക് ചായ്ച്ചിറക്കി മഴമറ നിർമ്മിക്കാം. ദീർഘകാലം നിലനിൽക്കുന്ന GI പൈപ്പ് കൊണ്ടുള്ള മഴമറ നിർമ്മാണത്തിനാണ് കൃഷിവകുപ്പ് ധനസഹായം നൽകുന്നത്. പരമാവധി 50,000 രൂപ വരെ ധനസഹായം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പച്ചക്കറി കൃഷിയും ജൈവ ജീവാണു കീടനാശിനികളും എന്ന വിഷയത്തിൽ ഒക്ടോബർ 14, 15, 16 തീയതികളിൽ പരിശീലനം നൽകുന്നു. മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9645420575. മറ്റൊരു നമ്പർ 8086405476. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയൂർ തോട്ടത്തറയിൽ ആരംഭിച്ച ഹാച്ചറിയിൽ നിന്നും ഗ്രാമപ്രിയ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. അടുക്കളമുറ്റത്ത് വളർത്താൻ പറ്റിയ ഇനമാണ് ഗ്രാമപ്രിയ ഇനം. 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ ഹാച്ചറിയിൽ നിന്നും എഗ്ഗർ നഴ്സറികളിലേക്ക് മാറ്റി എല്ലാ പ്രതിരോധ കുത്തിവയ്പും നൽകും. 45 ദിവസം എഗ്ഗർ നഴ്സറികൾ വളർത്തിയതിനു ശേഷമാണ് കർഷകർക്ക് വിതരണം ചെയ്യുക. ഒക്ടോബർ 14-ാം തീയതി മുതൽ കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം ആരംഭിക്കും. ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമുള്ള കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446346891. നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ പാറശാല നാളികേര ഉൽപാദക ഫെഡറേഷൻ 6 ദിവസത്തെ സൗജന്യ തെങ്ങുകയറ്റ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ള യുവതി യുവാക്കൾ പാറശാല നാളികേര ഉൽപാദക ഫെഡറേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫിഷറീസ് വകുപ്പിന്റെ സംയോജിത ഫാമിംഗ് പദ്ധതി പ്രകാരം കുട്ടനാട്ടിലെയും തൃശൂരിലെയും കോൾ നിലങ്ങളിൽ നെല്ലും മീനും കൃഷി ചെയ്യാൻ സാമ്പത്തിക സഹായം നൽകുന്നു. ഫിഷറീസ് വകുപ്പിന്റെ ശുദ്ധജല മത്സ്യകൃഷി വികസന ഏജൻസിയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. അഡാക്കിന്റെ എറണാകുളത്തും ആലപ്പുഴയിലുമുള്ള ഓഫീസുകൾ വഴി കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യ കർഷക വികസന ഏജൻസിയുമായോ അഡാക്കിന്റെ റീജിയണൽ ഓഫീസുകളുമായോ ബന്ധപ്പെടേണ്ടതാണ്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആലപ്പുഴ 047722622322, എറണാകുളം 0484280549. കമ്പോൾ അവലോകനം. ഈ വാരം 2,800 രൂപ വർദ്ധിച്ചു. ദീപാവലി അടുത്തതോടെ കുരുമുളകിന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. ആഭ്യന്തര വ്യാപാരികൾ വിപണിയിൽ നിന്നും കാർഷിക മേഖലകളിൽ നിന്നും ചരക്ക് സംഭരിച്ചു. കൊപ്രക്ഷാമം വെളിച്ചെണ്ണയുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കി. ഉത്സവ ഡിമാൻഡ് മുൻനിർത്തി ഇടപാടുകാർ എണ്ണ ശേഖരിക്കുന്നുണ്ട്. ദീപാവലി വരെ പാചക എണ്ണകൾ മികവ് നിലനിർത്താം. ഉത്തരേന്ത്യൻ ഓർഡറിന്റെ അഭാവം മൂലം ചുക്കുവില തുടർച്ചയായ 3-ാം വാരത്തിലും താഴ്ന്നു. അതേസമയം ഏലത്തിന് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആവശ്യക്കാരുണ്ട്. ലേലത്തിൽ നിരക്ക് അല്പം മെച്ചപ്പെട്ടത് കണ്ട് അവധി വിലകളും ഉയർന്നു. ഗൾഫ് രാജ്യങ്ങൾ ഏലക്ക ശേഖരിച്ചു. വ്യാവസായിക ഡിമാൻഡിൽ റബ്ബർ വില ഉയർന്നു. അതേസമയം ലാറ്റക്സ് വില വീണ്ടും ഇടിഞ്ഞു. അടുത്തതായി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 24. കൊച്ചി 32, 25.2. ആലപ്പുഴ 32.4, 24.6. പുനലൂർ 33.2, 22.8. തിരുവനന്തപുരം 32.4, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.